ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാളെ വ്യാഴാഴ്ചയായിട്ട് നമ്മുടെ ഗെയിമിൽ അവൈലബിൾ ആകാൻ പോണത് എന്തൊക്കെയാണെന്ന് നോക്കാനാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇത്തവണ കുറച്ചധികം ഫ്രീ ട്രൈസും അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്കൻ നേഷൻസ് കപ്പിൻ്റെ ഒക്കെ ടൂർണമെൻറ്റ് വരികയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് റിവാർഡ്സും കാര്യങ്ങളൊക്കെ അവർ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നാളെ മുതൽ അവൈലബിൾ ആവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫിഫയുടെ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒക്കെ മറ്റേ മാനേജർ എടുക്കേണ്ട പരിപാടിയൊക്കെ നാളെ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആവുക, ആ പോയിന്റ്സ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് ഉണ്ട്, പിന്നെ കുറച്ച് ഒലിവർ ഖാൻ്റെ ഫ്രീ ട്രെയിനിങ്, അതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോണത്. അപ്പോൾ മെയിനായിട്ട് അതിന് നമുക്ക് എല്ലാ ദിവസവും തുടങ്ങുന്ന പോലെ തന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് തുടങ്ങാം. ഇപ്പോൾ കൊണാമി നിലവിൽ അവരുടെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഇത് പുറത്ത് വിട്ടിട്ടുണ്ട്. സോ അതിൽ ഒരെണ്ണം വന്നിരിക്കുന്നത് നമ്മുടെ തങ്കാങ്കയാണ്. സോ തങ്കാങ്ക നമ്മുടെ ലീഡ്സ് യുണൈറ്റഡ് കഴിഞ്ഞ ആഴ്ച ലിവർപൂളിനെതിരെ സമനില പിടിച്ചായിരുന്നല്ലോ. സോ അതിൽ നമുക്ക് അവസാനം പിടിച്ച ഗോൾ അടിച്ച നമ്മുടെ തങ്കാങ്കയാണ്. സോ ചെങ്ങായിട്ട് ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്, വരാൻ ചാൻസ് ഉണ്ടല്ല, അത് ഒഫീഷ്യലാണ്. അതുപോലെ നമ്മുടെ സാവി സിമൺസ് നമ്മുടെ ടോട്ടനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഭേദപ്പെട്ട പ്രകടനത്തേക്ക് വരുന്നുണ്ട്. ആദ്യം വന്നപ്പോൾ ഒരു ഫ്ലോപ്പ് പോലെ ആയിരുന്നു, ഇപ്പം എന്തായാലും നല്ല രീതിയിൽ കളിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വീഡിഷ് മെസ്സി റൂണി, സോ റൂണി വരുന്നുണ്ട് ഈ ആഴ്ച. എന്തായാലും ഈ 3 കാർഡ്സാണ് വരണത്. മോശമാണോ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, എല്ലാം പിള്ളേരാണല്ലോ, ഒരു ഏവറേജ് ലെവലിൽ പോകാൻ പറ്റിയൊരു കാർഡ്സ് തന്നെയാണ് വരണത് കേട്ടോ. സോ അതിന് പുറമെ നമുക്ക് ഈ ആഴ്ച ബെസ്റ്റ് പെർഫോമൻസ് കഴിച്ച് വെച്ച് ആരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ കിച്ച കർവസ്കീലിയ, ഓക്കെ, PSG വേണ്ടിയിട്ട് 2 ഗോൾ ഇട്ടായിരുന്നു. അതുപോലെ തന്നെ റൂബൻ ഡയസിൻ്റെ ഒരു വെടിയുണ്ടുണ്ടായിരുന്നു, ഒന്നും പറയാല്ല നമ്മുടെ സെൻട്രലാൻഡിൻ്റെ ഒപ്പം. സോ മൂപ്പര് ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് വോൾഫിൻ്റെ ഒപ്പം വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. ബ്രൂണോ ഓൾറെഡി അണ്ടർ റേറ്ററാണ്, നിങ്ങൾക്ക് അറിയാലോ, കിടിലൻ പ്ലെയർ ആണ്. പിന്നെ ആളുടെ ആറ്റിറ്റ്യൂഡ് എന്ത് കാരണം പ്രശംസിക്കപ്പെടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. 2 ഗോളും ഒരു അസിസ്റ്റും ഉണ്ട് മൂപ്പർക്ക്. അതുപോലെ തന്നെ സേവി സിമൺസ് ഉണ്ടാവും. പിന്നെ ലിറോയ്സനെ നമ്മുടെ ഗെലസ്റ്ററിന് വേണ്ടിയിട്ട് 1 ഗോൾ അസിസ്റ്റ് വെച്ചിട്ടുണ്ട്. സോ മൂപ്പര് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹൊയിലൻഡ് 2 ഗോൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ നെപ്പോളിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എസ്റബി ഒരു അസിസ്റ്റ് വെച്ചിട്ടുണ്ട്. സെൻറ്റർ ബാക്ക് ആയിട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട്, ബട്ട് കുറവാണ് കേട്ടോ എന്നാലും. പിന്നെ നമ്മുടെ ബൂണ്ടിയ മറ്റേ ആഴ്സണലിപ്പോൾ അവസാനം അടിച്ചില്ലേ, നെഞ്ച് പിളർത്തു വന്ന്, എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ പറയാം റൂണി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഐസെ ഉണ്ട്. ഇനി ഇവരാണോ അത്? ഓക്കെ, നമുക്കൊന്ന് കൺഫ്യൂഷൻ ആവാണ്ട് കേട്ടോ. ചിലപ്പോൾ ലീഡ്സിത്തെ തങ്കാങ്കി ആവാം, അല്ലെ പിന്നെ ഫ്രീൻ ഫുഡ് അല്ലേ ഇത്, ഏതാ ടീം? അതിലത്തെ IS ഉണ്ടാ. ഇവനായിരിക്കാട്ടെ ചിലപ്പോൾ ആ ജപ്പാൻകാരൻ, കണ്ടിട്ട് ജപ്പാൻ ലുക്ക് ഉണ്ടല്ലോ, അപ്പോൾ ജപ്പാനായിരിക്കും, അപ്പോൾ ഇവനായിരിക്കാം. പിന്നെ റാഡു പറഞ്ഞ വേറൊരു പ്ലെയറും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം പ്ലേയേഴ്സാണ് നമുക്ക് ഈ ആഴ്ചത്തെ പ്ലെയർ ഓഫ് ദി വീക്കിൽ മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഒരു ഡെവ്സുർബി ഹാൾ എന്ന് പറഞ്ഞൊരു പ്ലെയർ വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇത്തവണത്തെ പ്രഡിക്ഷൻ പറയുന്നത്. ഓക്കെ, പ്ലെയർ ഓഫ് ദി വീക്ക് ഉള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷൻസൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ആഫ്രിക്കൻ നേഷൻസ് കപ്പിൻ്റെ ഒക്കെ ഇത്. അപ്പോൾ അതിലെന്തായാലും കുറച്ച് പ്ലേയേഴ്സൊക്കെ അവൈലബിൾ ആവുന്നുണ്ട്. നമ്മുടെ ഒസ്മിൻ, അതുപോലെ തന്നെ ബ്രാഹിം ഡയസ്, പിന്നെ സദിയോ മാനെ. സോ അവരുടെയൊക്കെ ഓരോ ഇത് വരണതായിരിക്കും, ഷോർട്ട് ടൈം കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ആഴ്ച തന്നെ വരണതായിരിക്കും. അപ്പോൾ എന്തായാലും കിടിലൻ പാക്സ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ വകയായിട്ട് അവരൊരു ഫ്രീ ആയിട്ടൊരു ലെജൻഡറി കാർഡ് വെച്ചാൽ എപ്പിക്ക് ലെജൻഡറി കാർഡ് നമുക്ക് തരുന്നുണ്ട്. സോ ആളുടെ പേരെന്താ, ഹഡ്ജി ഡൊയ്ഫ് അങ്ങനെയായിട്ടാണ് ആളുടെ പേര്. അപ്പോൾ ആള് CF പൊസിഷൻ ആവാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും ഫ്രീ കാർഡാണ്, ഫ്രീ ആയിട്ടാണ്, ഫിനിഷിങ്ങുള്ള സ്കില്ലുള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിംഗ്, എന്നാലും ഫ്രീ കാർഡിൻ്റെ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി. അതിനനുസരിച്ചുള്ള ഒരു സ്റ്റാറ്റ്സ് ആയിട്ടാണ് ആൾ വരണത്. അപ്പോൾ ആഫ്രിക്കൻ ലെജൻഡാണ്, ക്യാമറോണിൻ്റെ അല്ലത്, ക്യാമറോണിൻ്റെ തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്രീ കാർഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ രീതിയിൽ കാണാം, അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. എത്രത്തോളം ഹൈപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം, വരട്ടെ എന്തായാലും ആള്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒലിവർ ഖാൻ്റെ, അവർ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നതാണ്, ഒലിവർ ഖാനെ നമുക്ക് എന്തായാലും ഫ്രീ കിട്ടാൻ പോവാണ്. സോ GK സ്പിരിറ്ററോ, അതായത് സെക്കൻഡ് ഹാഫിലൊക്കെ ഡിഫൻസിനെ സ്ട്രോങ്, ഒരു കല്ല് പോലെ നിർത്തുന്ന ഒരു സ്കില്ല് എന്നാണ് ഇതിനെ പറയണത്. അവർ വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഒക്കെ പുറത്തു വിട്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഈ സാധനം വരാൻ ചാൻസ് ഉണ്ട്. ഇത് പക്ഷേ ഒരു നോമിനേറ്റിംഗ് കോൺട്രാക്റ്റും അല്ലേ, കോൺട്രാക്ട് ടിക്കറ്റ് വഴി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ കുറച്ച് പ്ലേയേഴ്സൊക്കെ അന്ന് കക്കേനെ റൗളിനൊക്കെ വന്നിരുന്നില്ലേ, അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് പ്ലേയേഴ്സിനെ ആഡായിട്ടാവും കൊണ്ടുവരുന്നുണ്ടാവുക. ബട്ട് ഈ പറഞ്ഞത് ഫ്രീ കാർഡ്സാണ്, അപ്പോൾ അതിൻ്റേതായ സ്റ്റാറ്റ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോട്ടോ. എന്തായാലും നല്ല കാർഡായാൽ മതിയായിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സൊക്കെ ഒലിവർ ഖാനാണ് ഇപ്പോൾ ഒരു ഇടയ്ക്ക് ഫ്രീ തരുന്നുണ്ട്. എന്താവോ കഴിഞ്ഞോട്ട് നന്ദ ഓർമ്മയില്ലേ, മുന്നേ മെസ്സിയും നെയ്മറൊക്കെ ആയിരുന്നു, ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത് ഒലിവർ ഖാനിക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബയ്യൻ്റെ ലൈസൻസ് ഇല്ല. അപ്പോൾ എന്തായാലും വരാൻ ചാൻസ് ഉള്ള അതൊക്കെയാണ്. അവരുടെ ഒപ്പം ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ബെലേറ്റി, അതുപോലെ തന്നെ ഡേവിഡ് വില്ല, സ്നൈഡർ, അവരൊക്കെ ഫോട്ടോ കാണിച്ച ഒരു പ്രഡിക്ഷനാണ്, ഇത് റൂമറാണ് കേട്ടോ മെയിനായിട്ട്.
ഒലിവർക്ക് എന്തായാലും വരും, അവരൊപ്പം വരുന്ന സാധനങ്ങളുടെ റൂമറാണ് കേട്ടോ അത്. അപ്പോൾ വന്നതിന് അടിപൊളിയാവും. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ലെജൻഡറി എപ്പിക് കാർഡ്സൊക്കെ കഴിഞ്ഞോട്ടം മറ്റേ വെർഷൻ 2.0 വന്നായിരുന്നല്ലോ. അപ്പോൾ അതിൽ മെക്നമാൻ, പിന്നെ നമ്മുടെ നെസ്റ്റ് ഉണ്ട്, ബാറ്റിസ്റ്റൂട്ട, ഒസയെ, പിന്നെ സീമാൻ, കൊക്കു, ഫെറി. സോ ഇത്തരം പ്ലേയേഴ്സൊക്കെ എന്തായാലും ഇനി ഓരോ ആഴ്ചകളിലായിട്ട് വരേണ്ടതായിരിക്കും. ഇതിൽ മെയിനായിട്ട് മെക്നമാൻ സീനായിരിക്കും. പിന്നെ നെസ്റ്റ സെൻറ്റർ ബാക്ക് ഒക്കെ വേണമെങ്കിൽ കോയിൻ എടുത്ത് വെച്ചാൽ നെസ്റ്റ് പൊളിയായിരിക്കും. ബാക്കി എല്ലാവരും പിന്നെ ന്യൂ ടു ദി ഗെയിം തന്നെ ആയിരുന്നു, സീമാൻ ഒഴിച്ച് ഞാൻ ചെസ്റ്റൂട്ടി വന്നിട്ടുള്ള തന്നെയാണ്. ഒസിയ, അതുപോലെ തന്നെ കൊക്കു, ഫെറി, ഇവരൊക്കെ ന്യൂ ആണ്. മെക്നമാനും ന്യൂ ആണ് ഗെയിമിക്ക്. അപ്പോൾ എന്തായാലും ഇവരൊക്കെ പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും കോയിൻ സേവ് ചെയ്തോ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സെൻറ്റർ നെസ്റ്റൊക്കെ മസ്റ്റാണ്. നെസ്റ്റൊക്കെ കിടിലൻ കാർഡാണ്, പ്രത്യേകിച്ച് യങ് കാർഡാണ് വരാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ഇവത്തെ. അപ്പോൾ എന്തായാലും കിടിലൻ കാർഡായിരിക്കും. കോയിൻ സേവ് ചെയ്തോ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ജനുവരി എന്തായാലും ഇവന്മാരിനെ എത്തിക്കും, ഉറപ്പാണ്. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിലധികം ഒന്നും പറയാനില്ല. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ആഫ്രിക്കൻ നേഷൻസ് കപ്പിൻ്റെ കൗലുബലിയുടെ, അതുപോലെ തന്നെ നമ്മുടെ റയാൻ എന്ന് പറഞ്ഞിട്ട് അൾജീരിയയുടെ ഒരു പ്ലെയർ ഉണ്ട്. പിന്നെ നമ്മുടെ കെസിയയുടെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഷോർട്ട് ടൈം കാർഡ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ബ്രാഹിൻ ഡയസ്, ഓമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈജിപ്തിൻ്റെ പ്ലെയർ, അലക്സ് ഔബി, ഓൻ മറ്റേ ഫുൾ ഹാമിൻ്റെ പ്ലെയറാണ്. സോ ഇതുപോലത്തെ കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സ് വരും. ബട്ട് ഇതൊക്കെ എന്തായാലും പെയ്ഡ് കാർഡ്സ് ആയിരിക്കും ഈ പാക്ക് ഓപ്പണിംഗ് ആയിട്ട് വരിക. അല്ലെങ്കിൽ ഒരു 100 പ്ലേയേഴ്സിൻ്റെ ഉള്ളിൽ സെറ്റാക്കി അവർ കൊണ്ടുവരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കി കണ്ടിട്ടൊക്കെ സ്പിൻ ചെയ്താൽ മതി. അതിൻ്റെ തന്നെ പിന്നെ സാധാ സ്പിൻ എടുക്കണതിൽ നമ്മുടെ സ്ഥല ടീമുകളൊക്കെ ഉണ്ട്, ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് പിക്കും കാര്യങ്ങളൊക്കെ. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് കൊണ്ട് 2025 ടീമിൻ്റെ ഫോട്ടോ ചെയ്യും. അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് കാർഡ് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ആഴ്ച പറയാനുള്ളത്. പിന്നെ ട്രഷർ ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ജനുവരിയിൽ വരുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ട്രഷർ ലിങ്ക് വിൽ ബി റിലീസ്ഡ് ഓൺ ജനുവരി എന്ന് അവർ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞായിരുന്നു. പിന്നെ ജനുവരി 1 തന്നെ എന്തായാലും കിടിലൻ പാക്സ് അവർ കൊണ്ടുവരും, ഉറപ്പാണ്. കോയിൻ സേവ് ചെയ്ത് വെച്ചോ, കിടിലൻ പാക്ക് എന്തായാലും അവർ കൊണ്ടുവരും. നമ്മളെന്തായാലും ഒന്ന് മൂഞ്ചിക്ക് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഇൻഫോർമേഷൻ പറയുകയാണെങ്കിൽ. വേറെ ഒന്നും വിട്ടുപോയിട്ടില്ല, വിചാരിക്കുന്നത് വിട്ടുപോയിട്ടില്ല, ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെ ഇതിടാം. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.